ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ നിർണായക മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും ആശ്വാസമായി 20 മാറ്റങ്ങളാണ് നിലവിൽ വന്നത്. RTO ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കാനും അഴിമതി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കാരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി സംബന്ധിച്ച ഇളവാണ്. സാധാരണക്കാരന്റെ ജീവിതം സുഗമമാക്കാനും വ്യാപാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ ജൻവിശ്വാസ് ഭേദഗതി ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് അവതരിപ്പിച്ച ഈ ബില്ല് 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 79 നിയമങ്ങളിലായി 784 ഭേദഗതികളാണ് നിർദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1988 മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. മുൻപ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ അന്നു തന്നെ അത് അസാധുവായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ പിഴയില്ലാതെ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാനും പുതുക്കാനും പറ്റും. ലേണേഴ്സ് ലൈസൻസിനായി RTO ഓഫീസിൽ ക്യൂ നിൽക്കേണ്ടതില്ല. ആധാർ കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. വീട്ടിലിരുന്ന് തന്നെ കമ്പ്യൂട്ടറിലോ സ്മാർട്ട് ഫോണിലോ ലേണേഴ്സ് പരീക്ഷ എഴുതാം. വിജയിച്ചാൽ ഉടൻ തന്നെ ലേണേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഏകദേശം 18ഓളം സേവനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈനായി. വിലാസം മാറ്റുക, ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കുക, NOC അപേക്ഷകൾ തുടങ്ങിയവയ്ക്ക് ആധാർ വെരിഫിക്കേഷൻ വഴി RTO ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ അപേക്ഷിക്കാം. അംഗീകൃത ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്ററുകളിൽ നിന്ന് മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് RTO ടെസ്റ്റ് ഇല്ലാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. നിലവിൽ വലിയ നഗരങ്ങളിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ലൈസൻസ് കാലാവധി തീരുന്നതിനായി കാത്തിരിക്കേണ്ടതില്ല. കാലാവധി കഴിയുന്നതിന് 1 വർഷം മുൻപ് തന്നെ പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാം. കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടി വരും. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ലൈസൻസ് പുതുക്കുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതിപ്പോൾ പരിവാഹൻ പോർട്ടലിലൂടെ ഡോക്ടർമാർക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാം. അംഗീകൃത ഡോക്ടർമാർ ഓൺലൈനായി സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും. ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വാഹനം വിൽക്കുമ്പോൾ RC ബുക്ക് ഉടമസ്ഥാവകാശം മാറ്റാൻ പരിവാഹൻ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിൽക്കുന്ന ആളിന്റെയും വാങ്ങുന്ന ആളിന്റെയും ആധാർ വെരിഫിക്കേഷൻ വഴി ഇത് വേഗത്തിൽ പൂർത്തിയാക്കാം. ലൈസൻസിലെയോ RCയിലെയോ വിലാസം മാറ്റാൻ ഇപ്പോൾ ആധാർ കാർഡിലെ വിലാസം മതിയാകും. ഓൺലൈൻ അപേക്ഷയിൽ ആധാർ ലിങ്ക് ചെയ്യുന്നതോടെ പുതിയ വിലാസം ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യപ്പെടും. പരിശോധനാ വേളയിൽ ലൈസൻസ്, RC, ഇൻഷുറൻസ് എന്നിവയുടെ ഒറിജിനൽ കൈവശമില്ലെങ്കിലും കുഴപ്പമില്ല. കേന്ദ്ര സർക്കാരിന്റെ DG ലോക്കർ അല്ലെങ്കിൽ പരിവാഹൻ ആപ്പിൽ കാണിക്കുന്ന ഡിജിറ്റൽ രേഖകൾ നിയമപരമായി സാധുവാണ്. ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പ് ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷാ ബോധവൽക്കരണം എന്നിവയെക്കുറിച്ച് ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഓൺലൈൻ വഴിയോ നേരിട്ടോ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്നും പുതിയ നിർദ്ദേശമുണ്ട്.